ആന്റി, എന്റെ മനസ്സിലും എന്തോ ഭയം തോന്നുന്നു. അതെ, ഭയം തോന്നുകയല്ല വേണ്ടത്. ആ ഭയം എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള തന്ത്രമാണ് മെനയേണ്ടത്. എന്ത് തന്ത്രം? എന്ത് തന്ത്രത്തിന് ഞാൻ റെഡി. ഞാനും റെഡി. ഗംഗേ, അഖിലയെ നീ കയ്യിലെടുത്തതുപോലെ ശിവരാമേട്ടനെ കൂടി നീ കയ്യിലെടുക്കണം. എങ്കിലേ സംഗതികളൊക്കെ അല്പം കൂടി സുഗമമായിട്ട് നടക്കൂ. അതിനിപ്പ എന്താ ഒരു വഴി? അതെ, ശിവരാമേട്ടന് മധുരം ഭയങ്കര ഇഷ്ടാ. പായസം ശിവരാമേട്ടന്റെ ഒരു വീക്ക്നെസ്സാ. അയ്യോ, അറ്റാക്ക് വന്ന ശേഷം അഖില മധുരം കഴിക്കാൻ സമ്മതിച്ചിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, പാൽപായസവുമായി ശിവരാമേട്ടനെ കാണുന്നു. പതിയെ പതിയെ ശിവരാമേട്ടന്റെ പ്രീതി പിടിച്ചു പറ്റാൻ നോക്കുന്നു. എന്താ, റെഡിയല്ലേ? ഓക്കെ ആന്റി, ആ, ഞാൻ ഇപ്പൊ തന്നെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഓക്കെ ഗംഗേ, എന്ന് ചെല്ല്. ആന്റി, ഈ പായസം എന്ന് പറയുമ്പോഴേ അരിപ്പായസം ഉണ്ട്, അരവണ പായസം ഉണ്ട്, നെയ് പായസം ഉണ്ട്, പാൽ പായസം ഉണ്ട്, അടപ്രഥമനും ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ശിവരാമൻ അങ്കിൾ ഉണ്ടാക്കി കൊടുക്കണം. മാഡം, എന്ത് വേണം മാഡം? ഒന്നും വേണ്ട, ഇങ്ങോട്ട് മാറി നിൽക്ക്. എനിക്ക് പായസം ഉണ്ടാക്കണം. അയ്യോ മാഡം, എന്ത് പായസമാണ് വേണ്ടത്? എന്താന്ന് വെച്ചാ പറഞ്ഞാ ഞാൻ ഉണ്ടാക്കി തരാം. അതൊന്നും വേണ്ട, ഞാൻ എന്റെ കൈകൊണ്ട് പാൽപായസം ഉണ്ടാക്കിക്കോളാം. കൂടെ നിന്ന് ഞാൻ ചോദിക്കുന്ന സാധനങ്ങൾ എടുത്തു തന്നാ മതി. ശരി മാഡം. പാത്രം എടുത്തോണ്ടോ. അതേ ഉള്ളൊരു കൺഫ്യൂഷൻ. ശരി ശരി, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരി, അത് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തോളാം. ശരി, ഓക്കെ, താങ്ക് യു. ഗംഗവാ. താങ്ക് യു അങ്കിൾ.
ഇതൊക്കെ ചെയ്യാൻ ഇവിടെ ജോലിക്കാരുണ്ടല്ലോ. പിന്നെ എന്തിനാ ഗംഗ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? അത് ഭർത്താവിന്റെ അച്ഛന്റെ അമ്മയുടെയും കാര്യങ്ങൾ നോക്കേണ്ടത് മരുമകളുടെ കടമയല്ലേ അങ്കിൾ? ആയിക്കോട്ടെ, സന്തോഷം. എന്താ ഇത്? അമ്മായച്ചന് സ്പെഷ്യൽ വല്ലതും ആണോ? പാൽപ്പായസം അങ്കിൾ. പാൽപ്പായസോ? ഇന്നത്തെ വിശേഷം? വിശേഷമൊന്നുമില്ല അങ്കിൾ. പാൽപ്പായസം വെക്കണമെന്ന് തോന്നി വെച്ചു, അത്രേ ഉള്ളൂ. ഓ, അപ്പൊ ഇത് ഗംഗ വെച്ച പായസമാണല്ലേ? ആ, ഇന്ന് മാത്രമല്ല അങ്കിൾ, ഇനി മുതൽ ആന്റിക്കും അങ്കിളിനും ഇഷ്ടമുള്ളതെല്ലാം ഞാനാ പാചകം ചെയ്ത് തരാൻ പോകുന്നത്. ആ, അതിന്റെ തുടക്കമാണ് ഈ പാൽപ്പായസം. ഇന്ന് അങ്കിൾ, ഈ മൂത്ത മരുമകൾ ഉണ്ടാക്കിയ പാൽപ്പായസം കൊള്ളാവോ നോക്ക്. ശരി. ആ, ഗംഗയ്ക്കറിയാം, പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ ഇഷ്ടം കടല പായസമാണ്. ഓ അയ്യോ, അതെനിക്ക് അറിയില്ലായിരുന്നു അങ്കിൾ. തൽക്കാലം ഇന്നിത് കുടിക്കും. നാളെ അങ്കിളിന് ഇഷ്ടപ്പെട്ട കടല പായസം ഉണ്ടാക്കി തരാം, പോരെ? ഓക്കെ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ഇതൊരുമാതിരി പാലി പഞ്ചസാര കലക്കിക്കൊണ്ട് വന്നതുപോലുണ്ടല്ലോ. ഏതായാലും ഗംഗയെ വിഷമിപ്പിക്കണ്ട. എങ്ങനെയുണ്ട് അങ്കിൾ? നന്നായിട്ടുണ്ട്, മതി. അയ്യോ, അങ്കിള് കഴിച്ചില്ലല്ലോ. ഇഷ്ടമാകാഞ്ഞിട്ടല്ല, ഇതൊന്നും കഴിക്കാനുള്ള ഭാഗ്യമില്ലാഞ്ഞിട്ടാ. ആൾറെഡി ഒരു അറ്റാക്ക് വന്നതല്ലേ, ഗംഗയ്ക്ക് അറിയില്ലേ അത്? പോരാത്തതിന് ഇപ്പം ഷുഗറിന്റെ ചെറിയ പ്രശ്നം കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഗംഗ ആഗ്രഹത്തോടെ കൊണ്ടുവരുമ്പോ എങ്ങനെയാ വേണ്ടാന്ന് പറയുന്ന കരുതിയാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. അല്ലാതെ പാൽപ്പായസം കൊള്ളാഞ്ഞിട്ടോ ഇഷ്ടമല്ലാഞ്ഞിട്ടോ ഒന്നും അല്ല കേട്ടോ. ശരി അങ്കിൾ. ആ, ഗംഗ ഒന്ന് പായസം കുടിക്കാനുള്ള മോഹം ഉണ്ടാക്കി വെച്ചിട്ട് പോയി. ഇനിയിപ്പോൾ എന്താ ഒരു വഴി? ആ, പോട്ടെ. സർ, ആ, കല്യാണി. ചായക്കപ്പ് എടുക്കാൻ. ആ, എടുത്തോ. നിക്കേ. എന്താ നിന്റെ വിചാരം? സർ, ഞാൻ നീ പഴയ കല്യാണിയേ അല്ല. കെട്ടിലും മട്ടിലും ഒക്കെ ആകെ ഒരു മാറ്റം. ഏയ് അങ്ങനെയൊന്നുമില്ല സർ. ഞാൻ നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണല്ലേ? നിന്റെ രീതിയും ഭാവവും കണ്ടാൽ കല്യാണം മുടങ്ങിയതിന്റെ ഒരു ദുഃഖവും കാണുന്നില്ലല്ലോ. കല്യാണം മുടങ്ങിപ്പോയ പെൺകുട്ടികൾ ഇങ്ങനെയാണ്, ഏതോ ഒരുമാതിരി പുതുമണവാട്ടിയെ പോലെ. അത് എനിക്കങ്ങനെ മാറ്റമൊന്നുമില്ല സർ. സാറിന് വെറുതെ തോന്നുന്നതാ. വേണ്ട വേണ്ട, നീ അഭിനയിക്കുന്നു വേണ്ട. ഓക്കെ. മരുമോളെ, കല്യാണി, കല്യാണി, ഞാൻ നിന്നെ തന്നെയാ മരുമോളെ എന്ന് വിളിച്ചത്. നീ പഴയ കല്യാണിയല്ല. തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ താലി കെട്ടിയ ഞങ്ങളുടെ മൂത്ത മരുമകളാ. സാറല്ല, അമ്മായി അച്ഛൻ.
അല്ലെങ്കിൽ അച്ഛൻ, അങ്ങനെ വേണം വിളിക്കാൻ. ആനന്ദ് നിന്നെ പ്രണയിച്ചതും നിന്റെ കഴുത്തിൽ താലി കെട്ടിയതുമൊക്കെ എനിക്കറിയാം. എന്നെ സാർ മരുമകളായിട്ട് അംഗീകരിക്കുവോ? നിന്നെപ്പോലൊരു പെണ്ണിനെ മരുമകളായിട്ട് അംഗീകരിക്കാൻ ആരാ ഇഷ്ടപ്പെടാത്തത്? ഞാൻ നിറഞ്ഞ മനസ്സോടെ നിന്നെ എന്റെ മരുമകളെ കണ്ടു കഴിഞ്ഞു കല്യാണി. എഴുന്നേൽക്ക് കല്യാണി. നല്ലതേ വരൂ. അത്ര നല്ല മനസ്സാ നിനക്ക്. ഹലോ. ആ, നീ ഇപ്പൊ എന്തിനാ കരയുന്നത്? കണ്ണീരോടൊക്കെ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോയതാ. ഇതിൽ കൂടുതല് എനിക്ക് ഈ ജന്മത്തിൽ കിട്ടാൻ ഒന്നുമില്ല. ആ ചിരിക്ക്. എവിടെ എന്റെ മരുമകളുടെ ചെമ്പരത്തിയെ തോൽപ്പിക്കുന്ന ചിരി? ഞാൻ കാണട്ടെ. ഞാൻ വീട്ടിലാ. ആ, ഈ സന്തോഷം ഒരു ചിരിയിൽ ഒതുക്കിയാ പോരാ. സ്വീറ്റ്സ് വെച്ച് വേണം സെലിബ്രേറ്റ് ചെയ്യാൻ. അയ്യോ മധുരോ? അത് വേണ്ട. ഏ? എന്റെ ഭർത്താവിന്റെ അച്ഛന്റെ ആരോഗ്യം നോക്കേണ്ടത് ഞാനല്ലേ. മധുരം കഴിച്ചിട്ടുള്ള സന്തോഷം നമുക്ക് വേണ്ട. അഖില മാഡം മധുരം നൽകരുതെന്നാ പറഞ്ഞിരിക്കണേ. പ്ലീസ്, എന്റെ മരുമകളല്ലേ. ഇന്നത്തെ ദിവസം കുറച്ച് മധുരം കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്നാണ് കഴിക്കുന്നത്? ആ ഗംഗ ഒരു പായസം ഉണ്ടാക്കിക്കൊണ്ടു, ഒരു കാശിനും കൊണ്ടു. മോളെ, നിന്റെ കൈപ്പുണ്യത്തിൽ കുറച്ച് പായസം കുടിച്ചോട്ടെ. മധുരം അമ്മായിച്ചന്റെ ഓർഡറാ. പോയി പായസം ഉണ്ടാക്കിണ്ടോ? ശരി, ഇന്നൊരു ദിവസത്തേക്ക് പായസം ഉണ്ടാക്കി തരാം. കുറച്ചേ കുടിക്കാവൂ. ഓക്കെ. ശരി പ്രിയങ്ക, വിളിക്കാം. ശരി, ഞാൻ പോയി പായസം ഉണ്ടാക്കിട്ട് വരാം. ആ ശരി. ആ കല്യാണി, മധുരം കുറച്ചേക്കരുത്. ഇല്ല.
പഴയ കല്യാണിയല്ല. തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ താലി കെട്ടിയ ഞങ്ങളുടെ മൂത്ത മരുമകളാണ്. സർ, റെഡിയായോ? മരുമോള് കൊള്ളാലോ. ഈ സാറ് വിളി ഇനി വേണം. അങ്കിളെന്നോ അച്ഛന്നോ അമ്മയച്ഛനൊന്നും വിളിക്കേ. വേണം. മാഡം അംഗീകരിക്കണ വരെ സാറെന്ന് വിളി തന്നെയാ നല്ലത്. സൂപ്പർ മണം. എന്താ രുചി! നാവും കൂടെ ഇറങ്ങി പോകുന്ന രുചി. പക്ഷെ മുഴുവൻ കഴിക്കണമെന്നുണ്ട്. മധുരം കഴിച്ചുകൂടെന്ന് ഓർക്കുമ്പോഴാ ഒരു മടി. അയ്യോ, അത് സാരമില്ല. കുറച്ച് ശർക്കരയും പകരം പനങ്കൽക്കണ്ടോ ചേർത്തിരിക്കണേ. ദോഷമൊന്നും ഉണ്ടാവില്ല. ഷുഗർ ഉള്ളവർക്കും പനങ്കൽക്കണ്ട് കഴിക്കാം. ആഹാ, ഓ, അതൊരു പുതിയ അറിവാണല്ലോ. എങ്കിൽ ഇത് മുഴുവൻ കഴിച്ചിട്ട് തന്നെ. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? കൃഷ്ണേട്ടന് ഷുഗർ കഴിക്കാൻ പാടില്ലെന്ന് അറിയില്ല നിനക്ക്? ചോദിച്ചത് കേട്ടില്ലേ? അറിയില്ല നിനക്ക്? അഖില, അത് വേണ്ട. ഇദ്ദേഹത്തിന് ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എന്തിനാ പായസം കൊടുത്തതെന്ന്? എന്താ നിന്റെ കാതടഞ്ഞു പോയോ? ചോദിച്ചതിന് ഉത്തരം പറ. അന്ന് ഹാർട്ടിന് കുഴപ്പം വന്നപ്പോഴേ ഡോക്ടർമാര് പറഞ്ഞതാ മധുര ഉപ്പും ഒന്നും അധികം പാടില്ലെന്ന്. എല്ലാം അറിഞ്ഞു വെച്ചിട്ടും നീ ഇതെന്തു ഭാവിച്ച? ഗംഗ, ആന്റി, ഈ കുടുംബത്തിലെ മൂത്ത മരുമകളാ നീ. ഒരു ഉത്തരവാദിത്വമൊക്കെ വേണ്ടേ നിനക്ക്? നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇവളിത് കാണിക്കുമായിരുന്നു. എന്തുപറ്റി അമ്മേ? എന്തിനാ കല്യാണി കരയുന്നേ? കൃഷ്ണേട്ടന് മധുരം കൊടുക്കാൻ പാടില്ല എന്നറിഞ്ഞിട്ടും പായസം വെച്ച് കൊടുത്തിരിക്കുന്നു ഇവള്. ഗംഗ, നീയാണ് ഈ തൃച്ചംബരത്തെ മൂത്ത മരുമകൾ. ജോലിക്കാർ എന്തും ചെയ്തെന്ന് വരും. അങ്ങനെ സംഭവിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാ. ഇനി എന്ത് കാണാനാ നീ ഇവിടെ നിൽക്കുന്നത്? ഈ പൊട്ടിക്കിടക്കുന്നതൊക്കെ ഒന്ന് തുടച്ചു മാറ്റൂ.